ഗോവു, നമ്മളുടെ എക്കോസോഫർ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? വിമൻ എംപവർമെന്റ്. വിമൻ അറിയുന്നില്ല ഉള്ളിൽ എന്തോരം എനർജി ഉണ്ട്, എന്തൊക്കെ നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റും എന്നല്ലേ. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റില് ഒരു ഗേൾ, ഒരു ലേഡി, ഉഹും. ഒരു വുമൻ ഉം. ഒരു കൺട്രിന്ന് വേറെ കൺട്രിയിലേക്ക് തനിയെ ഉം. മാറി ഉം. പ്രൊഫഷനെ അങ്ങനെ ചേഞ്ച് ചെയ്ത് ഉം. ഈ നമ്മള് ശരിക്കും ഈ ഒരു വ്യക്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ശരിക്കും ഫീനിക്സ് ബേർഡിനെ ഒക്കെ ഓർമ്മ വരുന്നത്. ഫ്രം ദി ആഷസ് ഇറ്റ്സ് ഉം. ജസ്റ്റ് റൈസ് ഉം. വിത്ത് ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ. അതെ അങ്ങനത്തെ ഒരാളെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് രോഹിണിയാണ്. ഷീസ് എ ഫൗണ്ടർ ഓഫ് സീക്രട്ട് മിറായ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ്. മാത്രമല്ല ടൈം സോൺ വളരെ ഡിഫറെന്റ് ആയിട്ടും കൂടി സ്കെഡ്യൂളൊക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ ഇന്ന് ഡിസ്കഷൻ ഇരിക്കുന്ന വി വെൽക്കം യു രോഹിണി ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ടുഡേ. ഇവിടെ ഒരു കാര്യമുണ്ട് രോഹിണി, ഞങ്ങൾക്ക് രോഹിണിയുടെ പ്രൊഫൈല് നോക്കുമ്പോൾ എനർജി റീസെറ്റ് ഞാൻ കാണുന്ന വേർഡ്സ് അല്ലെ. എനർജി റീസെറ്റ്, അതുപോലെ തന്നെ ചക്ര ഹീലിംഗ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതുവരെ അങ്ങനെ കേൾക്കാത്ത കുറെ ടേംസ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയണ്ടേ എന്തൊക്കെയാന്ന്? നമുക്ക് രോഹിണിയുടെ അടുത്തൊന്ന് ചോദിക്കാം അല്ലേ. അതെ, എല്ലാത്തിനേക്കാളും ഫസ്റ്റ് ഞങ്ങൾക്ക് ഏറ്റവും ക്യൂരിയസ് ആയുള്ള ക്വസ്റ്റ്യൻ, ടെൽ us about yourself. ഞങ്ങൾ രോഹിണിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വാട്ട് വുഡ് യു ലൈക്ക് ടു ടെൽ us about yourself? പറയൂ. ഹായ് ഓൾ. എൻ്റെ പേര് രോഹിണി. ഞാൻ ഇപ്പൊ അറിയപ്പെടുന്നത് ഫൗണ്ടർ ഓഫ് സീക്രട്ട് മിറായ് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. ഞാൻ ഒരു ലൈഫ് കോച്ചാണ്, എനർജി റീസെറ്റ് എക്സ്പേർട്ടാണ്, ചക്ര ഹീലറാണ്, റേക്കി ലെവൽ 1 and 2 ഹീലറാണ്, ഒരു ടീച്ചറാണ്, ഒരു മദറാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഐ എം എ ബ്യൂട്ടിഫുൾ മദർ, ഐ എം എ വെരി പ്രൗഡ് മദർ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്താ പറയാ, എൻ്റെ അടുത്ത് വരുന്ന എനിക്ക് വരുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 30 to 40 ആ ഒരു ഏജിലുള്ള വിമൻ ആണ് ബേസിക്കലി. അവർ പോയി ഗോ ത്രൂ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിഞ്ഞാൽ പല ആൾക്കാർക്കുള്ള പ്രോബ്ലം ആണ് ഇനി എന്താണ് ലൈഫ് വെച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇഷ്യൂ. അതായത് ഒരു 30-45 ഒക്കെ ആവുമ്പോഴേക്കും ഇവര് ഒരുപാട് ഐഡന്റിറ്റി റോൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആസ് എ മദർ, ആസ് എ വൈഫ്, അല്ലെങ്കിൽ ആസ് എ പാർട്ട്ണർ, എല്ലാം അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് അവർക്ക് ലൈഫിൽ ചെയ്യേണ്ടത്, എന്താണ് ലൈഫിലെ പേർപ്പസ്, ഇതെല്ലാം ലോസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്തേക്ക് മോസ്റ്റ്ലി വരുന്നത്. അപ്പം എനിക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫ് കോച്ചിങ് ആൻഡ് തെറാപ്പി സെഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. കാരണം ലൈഫ് കോച്ചിങ് ആൻഡ് തെറാപ്പി സെഷൻസ് ആർ നോട്ട് ദി സെയിം. ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് തെറാപ്പി സെഷൻ ഫസ്റ്റ്. തെറാപ്പി സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരാള് എടുക്കുന്ന സെഷൻസിനെയാണ്, അതിന് ഡയഗ്നോസ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്ത് അതിലൂടെ പോകുന്ന പ്രോസസ്സിനെയാണ് തെറാപ്പി എന്ന് പറയുന്നത്. ഒരു ലൈഫ് കോച്ചിന് ഒരിക്കലും ഒരു തെറാപ്പി സെഷൻ എടുക്കാൻ പറ്റില്ല. ലൈഫ് കോച്ച് എന്ന് പറയുന്നത് പ്രസന്റ് ആൻഡ് പാസ്റ്റ് കണ്ടീഷൻസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടീഷൻസ് നോക്കി ലൈഫിലൊരു ഗോള് സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് എത്താൻ ഒരാളെ, അതായത് നമുക്കൊരു പേർപ്പസ്, ഒരു മീനിങ് ഒക്കെ ലൈഫിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രോബ്ലത്തിലൂടെ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കുന്ന, അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ എല്ലാത്തിനും ഉള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ആ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻസ് നമ്മളെ കൊണ്ട് തന്നെ, അതായത് ആ പേഴ്സണെ കൊണ്ട് തന്നെ കണ്ടെത്തി അതിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. സോ ഇഫ് എനിബഡി ഈസ് ടേക്കിംഗ് തെറാപ്പി സെഷൻസ് ഇൻ ദി നെയിം ഓഫ് ലൈഫ് കോച്ചിങ്, ഇറ്റ് ഈസ് എ റോങ് തിങ്. അതെനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എനിക്കത് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു ലൈഫ് കോച്ചിങ് എന്നുള്ളത് വളരെ സ്ട്രെസ് ഔട്ട് ചെയ്ത് ഞാൻ പറയുന്നത്. ഐ എം എ ലൈഫ് കോച്ച്, നോട്ട് എ സൈക്കോ തെറാപ്പിസ്റ്റ്. ഓക്കെ രോഹിണി, അപ്പം ആദ്യം പറഞ്ഞു സേക്രഡ് മിറായ്. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം വാട്ട് ഈസ് ദി ആക്ച്വൽ മീനിങ് ഓഫ് മിറായ്? ആ ഒരു പേരിൽ എങ്ങനെ രോഹിണി എത്തിപ്പെട്ടു? മിറായ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. മിറായ് മീൻസ് ഫ്യൂച്ചർ. സീക്രഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ഉള്ളില് നമ്മുടേതായിട്ട് കണ്ടെത്തപ്പെടാത്ത ഒരു പ്യൂരിറ്റി ഉണ്ട്. ആ ഒരു പ്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് സീക്രട്ട് മിറായ്, സീക്രട്ട് ഫ്യൂച്ചർ, അതിലേക്ക് എത്തുന്നു. സോ വാട്ട് ഐ ഡു ഇസ്, ഐ ബിലീവ് ദാറ്റ് എവ്രി വൺ ഹു കംസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹാസ് ഗോട്ട് സംതിങ് പ്യൂർ ഇൻസൈഡ് ദെം. ആ പ്യൂരിറ്റിയിലേക്ക് എത്താൻ
ഞാൻ ആ പ്യൂരിറ്റിയിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ പ്യൂരിറ്റിയിലേക്ക് എൻ്റെ ഒപ്പം കുറച്ച് പേരെയും കൂടി എനിക്ക് എത്തിക്കാൻ പറ്റിയാൽ അതിനെയാണ് ഞാൻ ആ സീക്രട്ട് മിറായി ഒരുപാട് തോട്ട് പ്രോസസ്സ് പോയിട്ടാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സീക്രട്ട് മിറായി എന്നുള്ള ഒരു പേരിട്ടത്. ഓ, ഭയങ്കര ബ്യൂട്ടിഫുൾ തൊട്ട് നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ഇനി പറയേണ്ട രോഹിണി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നാ. അതായത് ദിസ് ഇസ് എ റീസെന്റ് തിങ് അല്ല, ഇത് പണ്ട് തൊട്ടേ നമ്മൾ ചെറുപ്പത്തൊട്ടേ കേട്ട് വരുന്ന ഒരു കാര്യമല്ല, ഇപ്പൊ നമ്മളൊക്കെ അറിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? എല്ലാവരുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ബ്രേക്ക് പോയിന്റ് ഉണ്ടാവും അല്ലേ, എല്ലാവരുടെ ലൈഫിലും. അതായത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഇനി എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യാനുള്ളത് എന്ന് എനിക്ക് എവിടെയും ലോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റ്. എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഡിവോഴ്സ് തന്നെയാണ് ആ പോയിന്റ്. ഞാൻ ഒന്നിനും ഗ്ലോറിഫൈ ചെയ്യല്ല. ഡിവോഴ്സ് ഇസ് നത്തിങ് ടു ബി ഗ്ലോറിഫൈഡ് അബൌട്ട്. ബട്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പൊസിഷൻ എത്തിയിരുന്നു വേർ ഐ വാസ് ടോട്ടലി ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി, മെന്റലി, ഇമോഷണലി, ഇൻ ഓൾ ദി വേസ്. അപ്പം ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഐ വാസ് ടോട്ടലി ലോസ്റ്റ്. എനിക്ക് എന്താണ് എൻ്റെ ലൈഫ് വെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ എത്തി. അപ്പോഴാണ് ഞാൻ ആക്ച്വലി കാനഡയ്ക്ക് പറക്കാം, അതായത് കാനഡ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് എടുത്തൊരു ഡിസിഷനാണ്. അതായത് എനിക്ക് എൻ്റെ സൊസൈറ്റിയിൽ നിന്നും എനിക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റാണ്ട്, അതായത് രണ്ടാമതൊരു വിവാഹം കഴിക്കൂ, എന്താണ് നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ള ഒരു പ്രഷർ താങ്ങാൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആലോചിച്ചിട്ട് അതിൽ നിന്നും വന്ന ഒരു ഡിസിഷനാണ് ഈ കാനഡ എന്ന് പറയുന്നത്. ഏറ്റവും മനസ്സിൽ ആഗ്രഹിച്ച് എന്താ പറയാ മാറ്റി നട്ടപ്പെട്ട ഒരു സ്ഥലമൊന്നുമല്ല, നിവർത്തികേട് കൊണ്ട് വന്നുപെട്ട ഒരു സ്ഥലമാണ് ഈ കാനഡ. അങ്ങനെ എടുത്തൊരു ഡിസിഷനാണ് കാനഡ. പക്ഷെ കാനഡയിൽ വന്നപ്പം എന്നെ സ്വീകരിച്ചത് ആക്ച്വലി തണുത്ത വെതറും ലോൺലിനെസ്സും, എന്താ പറയാ, ഞാൻ നാട്ടിൽ അനുഭവിച്ചതിനെക്കാട്ടും കൂടുതൽ വിഷമമാണ് ഞാൻ ആക്ച്വലി കാനഡയിൽ വന്നപ്പോൾ അനുഭവിച്ചത്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എൻ്റെ മകൻ അടുത്തില്ല, എൻ്റെ അച്ഛനമ്മ അടുത്തില്ല. അപ്പം നമ്മളുടെ ലൈഫിലെ പേർപ്പസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാത്ത പോലെ, ഞാൻ എന്തിനി അങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ഒരു പോയിന്റ് എത്തി. ഭയങ്കര സൂയിസൈഡൽ തോട്ട്സ് വരാൻ തുടങ്ങി. എന്തിനാണ് ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ വെറുതെ ഒരു വെയിറ്റ് ലോസ് ജേർണി, ഞാൻ ഒരുപാട് 105 kg ഉണ്ടായിരുന്നു ഞാനൊരു 6 months കൊണ്ട് ഞാനത് 64 kgsലെത്തി. 6 months to 1 year ഞാനൊരു 64 kgsലെത്തി. അപ്പം ഞാനൊരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ജോയിൻ ചെയ്തിരുന്നു. എന്തെങ്കിലുമൊക്കെ ലൈഫ് വെച്ച് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തപ്പം ഇവൻച്വലി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കോച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, രോഹിണീൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്, വൈ കാണ്ട് യു ബിക്കം എ ലൈഫ് കോച്ച് എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇട്ട് തന്നു. കാരണം ഓൺലി എ ഹീൽഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഓൺലി എ പേഴ്സൺ ഹൂ ഇസ് ഗോയിങ് ത്രൂ പ്രോബ്ലംസ് ക്യാൻ ഹീൽ അനദർ പേഴ്സൺ ആക്ച്വലി. ബിക്കോസ് മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ വേദന കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ആ ആൾക്ക് എന്നെ കണ്ടപ്പോൾ അത് മനസ്സിലായതുകൊണ്ടായിരിക്കണം അയാൾ എൻ്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്തു. ഒരു മെന്ററെ എനിക്ക് ശരിയാക്കി തന്നു. ഞാൻ അപ്പം തന്നെ ലൈഫ് കോച്ചിങ് എടുത്തു. അപ്പോൾ കാനഡ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തൊരു കോഴ്സ് പഠിക്കാൻ തുടങ്ങി. ബിക്കോസ് ഐ ഓൾവേസ് ലൈക്ക് ടു സ്റ്റഡി. അങ്ങനെ കോഴ്സ് പഠിച്ചു. ആ കോഴ്സിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ക്ലയൻസിനെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ലൈഫ് കോച്ച് ആണ്. ഓക്കെ. രോഹിണി അപ്പൊ കാനഡയിൽ പോയപ്പം രോഹിണി എന്ത് പ്രൊഫഷനിലായിരുന്നു ഉണ്ടായിരുന്നത്? കാനഡയിൽ വന്നിട്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയട്ടെ. നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എത്ര ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വെറുതെ താങ്ക് യു പറയുക എന്നുള്ളതല്ല. നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും നമ്മളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് താങ്ക് യു പറയുക എന്നുള്ളതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തിന് താങ്ക് യു പറയട്ടെ. ഞാൻ ഏറ്റവും കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ട് ആരും ഇല്ലാത്തൊരു സമയത്ത് ഞാനൊരു ഡിസംബർ സമയത്താണ് കാനഡയ്ക്ക് വരുന്നത്. അതിയായ തണുപ്പ് എന്ന് പറഞ്ഞാൽ -40 ആണ് ഇവിടുത്തെ തണുപ്പ്. 40°C ആണ് ഇവിടുത്തെ തണുപ്പ്. അതിൽ നിന്നും ഒറ്റയ്ക്ക് നമുക്ക് ഓരോ സ്ഥലത്തും പോയി നമ്മുടെ റെസ്യൂമെ കൊടുത്തു വേണം പോവാൻ. അപ്പൊ ഈ തണുപ്പത്ത് നമ്മൾ റെസ്യൂമെ ഒരു ബണ്ടിൽ കയ്യിലെടുത്തിട്ട് ഓരോ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ പോയിട്ട് വേണം നമ്മൾ ഈ റെസ്യൂമെ കൊടുക്കാൻ. അങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ പോയി റെസ്യൂമെ കൊടുത്ത് നടന്നിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ദൈവാധീനം കൊണ്ട് ഞാൻ ഇൻഡീഡ് എന്നുള്ള ഇതിൽ വന്ന അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. എൻ്റെ പ്രൊഫഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിരുന്നു. എനിക്കൊരു ഡിസംബർ 31 ആകുമ്പോഴേക്കും അതായത് ഡിസംബർ 18 വന്ന ഞാൻ ഡിസംബർ 31 ആകുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ വന്നു. ജാനുവരി എനിക്ക് തോന്നുന്നു ഒരു 15th ആകുമ്പോഴേക്കും ഞാൻ ഏർലി ചൈൽഡ് എഡ്യൂക്കേറ്റർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിൽ YMCA അണ്ടറിൽ, അതായത് കുട്ടികളുടെ ഡേ കെയറിൽ
YMCAയുടെ അണ്ടറിൽ എഡ്യൂക്കേറ്റർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. ഇതെല്ലാം ദൈവത്തിന്റെ ഗുണമാണ്. ഞാൻ ഞാൻ നമ്മൾ പറയില്ലേ, നമ്മൾ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാ പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ട് തോട്ട്സ് വെച്ചുകൊണ്ടിരുന്നാൽ യൂണിവേഴ്സ് ഡസൻ അണ്ടർസ്റ്റാൻഡ്. യൂണിവേഴ്സ് വിൽ ഗിവ് യു, ഓക്കെ ദിസ് പേഴ്സൺ ഇസ് റേഡിയേറ്റിംഗ് നെഗറ്റീവ് എനർജി, ലെറ്റ് മീ ഗിവ് ഹർ നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. സോ ഓൾവേസ് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദീസ് all ആർ കണക്റ്റഡ് ബൈ ഡിഫറെന്റ് ലോസ്. നമ്മൾ ആ ലോസിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിലേക്ക് ആ നമ്മുടെ എനർജി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എവറിത്തിങ് വാട്ട് യു വാണ്ട് ഫ്രം ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് എനർജിയാണ്. നമ്മൾ എന്ത് ചോദിക്കുന്നോ നമുക്ക് ആ യൂണിവേഴ്സിൽ നിന്ന് അത്രയും ഇതായിട്ട് നമുക്ക് കിട്ടും. ഓ, രോഹിണി ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബ് ചെയ്തു കേട്ടോ. ഈവൻ രോഹിണി പറയുമ്പം എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു സ്ട്രഗിൾ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങുക, നടക്കുക, പോവുക, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ നമുക്കിപ്പോ ഈസി. അപ്പൊ രോഹിണി പറഞ്ഞു കേൾക്കുമ്പോൾ ഒരാൾ അത് സർവൈവ് ചെയ്ത ഒരാൾ പറയുമ്പോ, പക്ഷെ ആ സമയത്ത് അവിടെ ആ ഫേസിൽ ഇരിക്കുമ്പം ലോൺലി ഫീലിംഗ്, ഈ പറഞ്ഞ പോലെ ആരോട് ചോദിക്കണം, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ആക്ച്വലി ഉണ്ട്. അവർക്ക് ഇപ്പൊ ആ ഫസ്റ്റത്തെ ഒരു പുഷ് വേണം രോഹിണി. അവിടെ രോഹിണി എന്ത് കൊടുക്കും? ഒരാളിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവർ ഇതേ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്, അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? എനിക്ക് ആദ്യം പറയാനുള്ളത്, യു ആർ ലോസ്റ്റ്, പക്ഷെ യു ആർ നോട്ട് ബ്രോക്കൺ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ തകർന്നിട്ടില്ല, നമ്മൾ എവിടെയോ ലോസ്റ്റ് ആയി, നമ്മളൊരു ട്രാവൽ ജിപ്സി ആയി മാറിയെന്നേ ഉള്ളൂ. നമ്മൾ എവിടെയോ നമ്മൾ അന്തവും കുന്തവും ഇല്ലാത്ത ഒരാളായി മാറിയെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ബ്രോക്കൺ ആയിട്ടില്ല. നമ്മൾ എന്ന് നമ്മളെ പറ്റി സെൽഫ് അവെയർ ആവുന്നു, അതായത് എനിക്കൊരു ഹീലിംഗ്, എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്കൊരു ഹീലിംഗ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട് വേണം എന്ന് നമ്മൾ മനസ്സിലാക്കി, അതായത് ഒരു തേർഡ് സപ്പോർട്ട് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ഒരു ടേണിംഗ് പോയിന്റ്, ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ്, അതാണ് നമ്മുടെ എല്ലാത്തിനും ഉള്ള സ്റ്റാർട്ട്. ആ സ്റ്റാർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, എല്ലാ ദിവസവും ചെറിയ ചെറിയ മൈക്രോ ആക്ഷൻസ് എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. എല്ലാം നമുക്ക് ഒരു ലെവലിൽ കിട്ടില്ല. എല്ലാം നമുക്ക് ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന മേജർ ക്ലയൻസും എന്നോട് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇതാണ്. ഐ ഫീൽ എലോൺ. ഞാനൊരു സിമ്പിൾ ലോ പറയാം, ലോ ഓഫ് വൺനെസ്. ലോ ഓഫ് വൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് ഈസ് കണക്റ്റഡ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് വൺനെസ്സിൽ നമ്മളുടെ യൂണിവേഴ്സ് ഒരു ജയന്റ് വെബ് ആണെങ്കിൽ, സ്പൈഡർ വെബ് ആണെങ്കിൽ, യൂണിവേഴ്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വലിയ വെബാണ്. അതിലുള്ള ഓരോ ത്രെഡാണ് നമ്മൾ, ഓരോ ത്രെഡ്സ് ആണ് നമ്മൾ. നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്, ഞാനും നിങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ ലോകം, ഈ യൂണിവേഴ്സ് എല്ലാം കണക്റ്റഡ് ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്നത്? നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പൊ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ, അതിൽ ഈഗോ അല്ലെങ്കിൽ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമെങ്കിൽ ആ ഹെൽപ്പ് ചോദിക്കുക, വായ തുറന്ന് നമ്മൾ ചോദിക്കുക, എന്താണ് നമുക്ക് വേണ്ട ഹെൽപ്പ്. ഇപ്പൊ തെറാപ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് കോച്ചിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഒരു ജോബിനുള്ള ഒരു റെക്കമെൻഡേഷൻ ആണെങ്കിൽ, എന്താണെങ്കിലും നമ്മൾക്ക്, അല്ലെങ്കിൽ കുറച്ച് പൈസയാണ് ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ആളുടെ അടുത്തൊന്ന് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ റെസ്പോൺസ് എന്താണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിലാണ് ആൾക്കാർ പിന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും കരകയറില്ല, ഇങ്ങനെ ബ്രെയിനിന് തോട്ട്സ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ, ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയായിട്ടുള്ള ഒരു സാധനമാണ്. ബ്രെയിൻ ഒരിക്കലും അതിന്റെ സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇഷ്ടമല്ല. അപ്പൊ ബ്രെയിൻ എപ്പോഴും നമ്മൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഓക്കെ നീ ഇപ്പം എന്തായാലും സേഫ്, എന്താ പറയുക, ഇപ്പൊ ഇങ്ങനെ ഇരുന്നാൽ നീ സേഫ് ആണ്, നിനക്ക് വേറെ ഒന്നും ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണ്ടല്ലോ, നീ അവിടെ തന്നെ ഇരുന്നോ, അവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ അതിന് പകരം ഇല്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എടുക്കുകയാണ് എന്ന് ബ്രെയിനിനോട് ഇങ്ങനെ റിപ്പീറ്റഡ് തോട്ട്സ്. എന്തുകൊണ്ടാണ് എഫർമേഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത്? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ബ്രെയിനിന്റെ പഴയ ന്യൂറൽ പാത്വേ മാറ്റി പുതിയ ന്യൂറൽ പാത്വേ ഇട്ട് കൊടുക്കുകയാണ് ഈ എഫർമേഷൻസ് കൊണ്ട്. അതായത് ഐ ആം നോട്ട് ഇനഫ് എന്ന് പറയുന്ന ഒരാള് ഐ ആം ട്രൈങ് ടു ബി ഇനഫ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സർക്കിളിൽ നിന്ന് പുറത്ത് വരാൻ നോക്കുകയാണ് എന്നുള്ള എഫർമേഷൻ കൊടുക്കുമ്പോൾ ബ്രെയിൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ്, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, ഓക്കെ ചിലപ്പോൾ അയാൾ ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവും പുറത്തേക്ക് വരാൻ എന്ന് പറഞ്ഞ് നമ്മളൊരു പുതിയ ന്യൂറൽ പാത്ത് വരെ നെക്സ്റ്റ് നമുക്ക് ഐ എം നോട്ട് ഇനഫ് എന്ന് തോന്നില്ല, നെക്സ്റ്റ് ഐ ആം ട്രൈങ് ടു ബി ഇനഫ് എന്നുള്ള തോട്ടേ നമുക്ക് വരുള്ളൂ. അപ്പം നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക,
പുറത്തേക്ക് വരിക, ആ പുറത്തേക്ക് വന്നാൽ കഴിഞ്ഞു. പിന്നെ അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇമ്മെൻസ് പവറാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ആ ചക്ര ഹീലിംഗും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് പറയാം. ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എനർജി സെന്റേഴ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ 100 സെന്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് 7 ചക്രാസിലാണ്. അതൊരു എനർജി ഡിസ്ക് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ എനർജീസ്, അതായത് നമ്മുടെ സ്പൈൻ തൊട്ട് ക്രൗൺ വരെയാണ് ഈ ചക്രാസ് കിടക്കുന്നത്. ഈ ചക്രാസിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഓൾ ത്രൂ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് പോകും. അല്ല ഇത് എവിടെയെങ്കിലും ഒരെണ്ണം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ത്രോട്ട് ചക്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുള്ള മന്ത്രാസ് ഉണ്ട്, അതിനുള്ള എന്താ പറയുക യോഗ പോസസ് ഉണ്ട്, അതിനുള്ള പ്രാക്ടീസസ് ഉണ്ട്. ഇതെല്ലാം കൊടുത്ത് ആ ത്രോട്ട് ചക്ര നമ്മൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. When it is opened and everything is flowing, your life seems to be much more balanced. ഇതെല്ലാം മിത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിത്തല്ല ആക്ച്വലി. ഇതെല്ലാം വർക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ വേദിക്കൻ പുരാണാസിലുള്ള സിസ്റ്റമാണ്. ഇപ്പോഴാണത് കുറച്ചുകൂടി ഈ ചക്ര ഹീലിംഗ് എന്നൊക്കെയുള്ള പേരിൽ പുറത്തേക്ക് വരുന്നു എന്നേ ഉള്ളൂ. അതെ. ഓക്കെ. അപ്പൊ ഈ വേറെ ചക്രാസ് എന്തൊക്കെയാണ്? അപ്പൊ നമ്മള് ഇതിന് ഈ ഒരു ചക്ര ഇപ്പം മര്യാദയ്ക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ വിൽ ഇറ്റ് എഫക്ട് ഓൾ ദി അതർ ചക്രാസ്? ഇറ്റ് ഈസ് ഓൾ ഇന്റർ റിലേറ്റഡ് എന്നാ ഞാൻ പറയാ. ഇപ്പൊ ത്രോട്ടിൽ നമ്മൾക്ക് വർത്തമാനം പറയാൻ, അതായത് ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മണിയെ മാറ്റർ ചെയ്യും, നമ്മുടെ റിലേഷൻഷിപ്പിനെ മാറ്റർ ചെയ്യും, നമ്മുടെ എന്താ പറയാ സ്പിരിച്വാലിറ്റിയെ മാറ്റർ ചെയ്യും. ആക്ച്വലി ഞാൻ ചക്രാസിനെ ഒന്ന് ചെറുതായിട്ട് പറയാം. നമുക്ക് താഴത്തുനിന്ന് സ്പൈനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് ചക്രയാണ്. അത് കഴിഞ്ഞാൽ സീക്രട്ട്, സോളാർ, ഹാർട്ട്, ത്രോട്ട്, തേർഡ് ഐ ആൻഡ് ക്രൗൺ. ഇങ്ങനെയാണ് ചക്രാസ് കിടക്കുന്നത്. അപ്പം നമ്മുടെ റൂട്ട് ചക്രയിൽ ഫിയർ, അതായത് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ചക്രാസും ഇന്റർ റിലേറ്റഡ് ആണ്. നമ്മുടെ ത്രോട്ടിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലും മണിയിലും ഒക്കെ പ്രശ്നം, കരിയറിലും ഒക്കെ പ്രശ്നം വരും. ഈ എനർജീസ് എല്ലാം നമുക്ക് ഇപ്പം ഡിവൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജിം ലോയർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ 4 ടൈപ്സ് ഓഫ് എനർജീസ് ഉണ്ട് എന്നുള്ള. ഫിസിക്കൽ എനർജി, ഇമോഷണൽ എനർജി, സ്പിരിച്വൽ എനർജി, നാലാമത് മെന്റൽ എനർജി. ഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ സ്ലീപ്പ്, ബ്രെത്ത്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ട് റിലേറ്റ്, അതായത് പുഷപ്പ് എടുക്കുക, മറ്റേ ഇതെടുക്കുക, എന്താ പറയാ സ്ക്വാട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഫിസിക്കൽ സ്ലീപ്പ്, ബ്രീത്ത്, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഫിസിക്കൽ എനർജി. ഇമോഷണൽ എനർജി എന്ന് പറഞ്ഞാൽ ഫീലിങ്സിന് കൊടുക്കുന്ന നമ്മളുടെ ചാർജ്, നമ്മളുടെ സപ്രസ്ഡ് ഇമോഷൻസ്, അങ്ങനത്തെയാണ് ഇമോഷണൽ എനർജി. സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിലെ പർപ്പസ്, മീനിങ്, അതാണ് സ്പിരിച്വൽ എനർജി. മെന്റൽ എനർജി എന്ന് പറഞ്ഞാൽ ഫോക്കസ്, അതായത് നമ്മളുടെ ഈ 3 എനർജീസും ഓക്കെ ആണെങ്കിൽ മെന്റൽ എനർജി ഓൾറെഡി ഫോക്കസ്ഡിൽ വന്നോളും. അപ്പം ബേസിക്കലി നമുക്ക് നോക്കേണ്ടത് എന്താ പറയാ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ. ഈ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ എനർജി തന്നെയാണ് നമ്മുടെ ചക്രാസിലും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ റൂട്ട് ആൻഡ് സേക്രൽ വരുമ്പോൾ അത് ഫിസിക്കൽ എനർജി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോറി. നടുവിലുള്ള ഇമോഷണൽ എനർജി റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാർട്ട്, സോളാർ പ്ലെക്സസ്. സ്പിരിച്വൽ എനർജി, സ്പിരിച്വൽ എന്ന് പറയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആ പേര് വെച്ചിട്ട് തന്നെ മനസ്സിലാവുണ്ടാവും. എന്താ പറയാ ത്രോട്ട്, തേർഡ് ഐ, ക്രൗൺ ഒക്കെ സ്പിരിച്വൽ എനർജിയാണ്. അതായത് നമുക്ക് വിഷൻ, ഇൻറ്റ്യൂഷൻ വരുന്നതാണ് ഈ തേർഡ് ഐ എനർജി. അതെല്ലാം സ്പിരിച്വൽ എനർജി. ഈ 3 എനർജിയും നമ്മുടെ ലൈഫിൽ അലൈൻഡ് ആണെങ്കിൽ ഒരാളുടെ ലൈഫ് ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും. അതിലേക്ക് അലൈൻഡ് ആവാൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ബേസിക്കലി എനർജി റീസെറ്റ് എക്സ്പേർട്ട് എന്നുകൊണ്ട് എൻ്റെ ആ ടാഗ് ലൈനിലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മൾ ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ അതാണ്. ഓക്കെ. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു അതെ. അല്ലേ? അലൈനിങ്. ഓ, അതും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഇത് അലൈൻ ചെയ്ത് വരുന്നത്. ഇപ്പം ഒരു 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 ആദ്യമായിട്ട് കേൾക്കണ ഒരാളെന്ന് വെച്ചോളൂ. ഇപ്പൊ അധികം അറിയില്ല നമുക്ക് ഇതിനെപ്പറ്റി. ഇപ്പൊ മോർണിംഗ്, ഇപ്പൊ എനിക്ക് ബിഗിൻ ചെയ്യേണ്ട ഒരു ഡേ ആണ്. അപ്പൊ ആ ദിവസം മുഴുവൻ എനിക്ക് നന്നായി ഇരിക്കണമെങ്കിൽ മേ ബി മൈ മോർണിംഗ് ഷുഡ് ബി നൈസ്. അപ്പൊ ഒരു മോർണിംഗിന് എനിക്ക് എങ്ങനെ ആ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും? വാട്ട് ഷുഡ് ബി മൈ റുട്ടീൻ? അതെ. ആദ്യം നമ്മൾ എഴുന്നേറ്റിട്ട് ഈ ഫോണിലേക്ക് കൈ എത്തിപ്പിടിക്കുന്നത് നിർത്തുക. അതാണ് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്താ പറയുക ഡേ കിട്ടണമെങ്കിൽ ഇതാക്കേണ്ടത്. അലാം വെക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ ഇവരോട്, ഫോണിൽ അലാം വെക്കേണ്ട, നിങ്ങളൊരു ടൈം പീസ് വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ അലാം വെക്കൂ.
ഈ ഫോണിലെല്ലാം വെക്കുന്നത് നിർത്തൂ. ഫോൺ മാറ്റി വെക്കൂ കുറച്ച് നേരത്തേക്ക്. എനിക്ക് ആ സാധനം ഇവിടെ കിട്ടാനില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അത് വാങ്ങിച്ച് വെച്ചേനെ. എനിക്ക് അപ്പം ആ ടൈം പീസ് പോലത്തെ ആണെങ്കിൽ അത് അത്രയും നല്ലത്. നമ്മളത് ഇതാക്കിയിട്ട് നമ്മൾ ആ ബെഡിന്ന് എഴുന്നേറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാല് ഗ്രൗണ്ടിൽ വെക്കുക. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോലെ. നമ്മൾ എർത്തുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം. എർത്തിന് അത്രയും പവർ ഉണ്ട്. അപ്പൊ എർത്തുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സൈലന്റ് പ്രാക്ടീസ്. സൈലന്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. അതായത് തോട്ട്സ് ഒക്കെ വരും. നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് തോട്ട്സ് വരും. പക്ഷേ ആ തോട്ട്സിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് ഇരുന്ന് നമ്മൾ സഞ്ചരിക്കാൻ നിൽക്കരുത്. തോട്ട്സിന്റെ കൂടെ നമ്മൾ ആ വഴിക്ക് പോകരുത്. ഓ ഇന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന് കുട്ടികളെ മറ്റേ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, അതൊക്കെ വരും. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പല പല തോട്ട്സും വരും. അയ്യോ ഇന്ന് മറ്റേ കുക്കറിൽ കടലിട്ട് വെച്ചിട്ടുണ്ട്, അത് ശരിയായിട്ടില്ല. എല്ലാ തോട്ട്സും വരും. വരട്ടെ, വന്നോട്ടെ. പക്ഷെ അതിന്റെ മുകളിൽ നമ്മൾ ആക്ട് ചെയ്യാണ്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സ് 5 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുക. ആ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് ഉള്ളതും ഇല്ലാത്തതും ഇനി വരാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നമ്മുടെ മക്കൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അച്ഛന് അമ്മയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇനിയിപ്പോ ഇവരാരും നമ്മുടെ ലൈഫിൽ നല്ലത് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഇവരുടെ അടുത്ത്. ഇവരൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ലെസൺസ് നമ്മളെ ലൈഫിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ലെസൺസ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു ലെവൽ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അതിനെല്ലാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഈ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഈ ബോഡി, ഈ മൈൻഡ്, നമ്മൾ ഈ ലാപ്ടോപ്പ്, ഈ ഫോൺ, എല്ലാത്തിനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു അപ്പർ ലെവലിലുള്ളതല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ലൈഫ് ചേഞ്ച് ചെയ്ത ഒരാളാണ് ഞാൻ. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം പറഞ്ഞിട്ട് ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് കിട്ടുന്ന എല്ലാ ആൾക്കാരോടും കാണുന്ന എല്ലാ ആൾക്കാരോടും ഒരു പുഞ്ചിരിയും ഒരു എന്താ ഗ്രാറ്റിറ്റ്യൂഡും കൊടുത്തിട്ടാണ് എൻ്റെ ലൈഫ് ഇവിടെ വരെ എത്തിയതെന്ന്. അത്രയും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഒരു 3 കാര്യം ചെയ്യുമ്പോഴേക്കും, പിന്നെ ഇനിയിപ്പോൾ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഈ ഒരു 2-3 കാര്യം നമ്മൾ പിന്നെ ഒരു ബ്രീത്തിങ് എക്സസൈസ്, സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. പ്രാണായാമമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ്. നോസ്ട്രൽ ക്ലോസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രാണായാമം ഭയങ്കര എഫക്റ്റീവ് ആണ്. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രീത്തിങ് എക്സസൈസ്, ഇപ്പം നമ്മൾ നെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100,000 ബ്രീത്തിങ് എക്സസൈസ് കിട്ടും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും സമാധാനമായിട്ട് കുറച്ച് നേരം കോൺഷ്യസ്ലി ശ്വാസം എടുക്കുക, ഇൻഹീൽ ആൻഡ് എക്സേൽ. ഇത് ചെയ്താൽ തന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഡേ ആവാൻ നമുക്ക് ഇനി വേറെ ഒന്നും ചെയ്യണ്ട. ഓ വളരെ നല്ല കാര്യം കേട്ടോ. ആക്ച്വലി ഞാനും ഇങ്ങനെ പലത് എന്തായാലും മൊബൈലിൽ വെക്കാറില്ല, വാച്ചിൽ മാത്രമേ അലാം വെക്കുന്ന ഒരാളാ ഞാൻ. ഈ മൊബൈലും വെച്ച് സമയം പോകുന്നത് കൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ഈ സ്ക്രീൻ ടൈമിലോട്ട് നോക്കുന്നത് കൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഒന്ന് പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ രോഹിണിയുടെ അടുത്ത്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് താങ്ക്ഫുൾ ആവണം. നമുക്ക് ഇപ്പൊ രോഹിണി പറഞ്ഞ പോലെ ഉള്ളത്, ഇല്ലാത്തത്, ഇനി വരാൻ പോകുന്നത്, ദ ഹോൾ യൂണിവേഴ്സ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊരു ഒരു കാഷ്വൽ പോലെ ആകുമോ, അതോ ഹൗ ടു ബ്രിങ് പവർ ടു ഇറ്റ്? എന്തും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഫീലിങ്സും ഇമോഷൻസും കൊണ്ടുവരുമ്പോഴാണ് അത് എഫക്റ്റീവ് ആവുന്നത്. അതിനകത്ത് ഫീലിങ്സും ഇമോഷൻസും ഇല്ലെങ്കിൽ ഒന്നും വർക്കാവില്ല. നമ്മൾ ചുമ്മാ എഴുന്നേറ്റിട്ട് താങ്ക് യു അമ്മേ, താങ്ക് യു അച്ഛ എന്ന് പറയുന്നത് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ വർക്ക് ആവില്ല. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആ താങ്ക് യു പറയുമ്പം എന്തിനാണ് ഞാൻ താങ്ക് യു പറയുന്നത്? ആ ഒരു ദിവസം എന്തുകൊണ്ടാണ് എനിക്ക് അമ്മയോട് താങ്ക് യു പറയാൻ കാരണം? ഇന്ന് ചിലപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കും എൻ്റെ അമ്മയുടെ കോള് വന്നിട്ടുണ്ടാവുക. ആ കോള് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, ആരും അതിനെ പറ്റിയിട്ട് ആലോചിക്കുക പോലും ഇല്ല. എന്താ ഒരു താങ്ക് യു പറയാൻ നമ്മൾ ശ്രമിക്കുകയില്ല. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അമ്മ എനിക്ക് ഒരു 5 മിനിറ്റ് തന്ന സന്തോഷം, അതിനാണ് ഞാൻ താങ്ക് യു പറയുന്നത്. അപ്പൊ നമ്മൾ ആ താങ്ക് യു പറയുമ്പം ആ ഫീലിംഗ്, നമുക്ക് ആ സമയത്ത് കിട്ടിയ ആ സന്തോഷം, ആ സന്തോഷത്തിനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു കാരണം കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ആ ഫീലിംഗ് കൂടി ഇടുമ്പോഴേക്കും ആ ഗ്രാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ രോഹിണി, നമ്മളിപ്പോ തുടങ്ങി വന്നത് ആക്ച്വലി നമുക്ക് എങ്ങനെ വിമനെ എംപവർ ചെയ്യാൻ പറ്റും, കുറെ സ്ട്രഗിൾസ്. ഇപ്പൊ രോഹിണിന്റെ ലൈഫ് തന്നെ ആക്ച്വലി ഒരു ലെസൺ ആണ് കുറെ ആൾക്കാർക്ക്. ആൻഡ് എന്താ പറയുക, ഒരുപാട് പോസിറ്റിവിറ്റിയും നമുക്ക് മനസ്സിലായി റീഎൻഫോഴ്സ് ചെയ്യാണ് ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. സി ഐ ആം വർതി, അങ്ങനത്തെ ഫീലിംഗ് വരുമ്പം കൊണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിപ്പോ നമ്മൾക്ക് കുറെ ആൾക്കാർ എന്ത് വിചാരിക്കും, എനിക്കിപ്പോ ഇതൊക്കെ കിട്ടുന്നുണ്ട്,
സി യു ഹാവ് ഡിസൈഡഡ് ടു സ്പ്രെഡ് ഇറ്റ്. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. അതിൽ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷവും സുഖവും ഉണ്ടാവുമല്ലോ. അതെന്താണ്? അതിനെ പറ്റിയും കൂടി ഒന്ന് സംസാരിക്കൂ. ആക്ച്വലി ഞാൻ ഇവിടെ ഒരുപാട് ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ പെയ്ഡും കൊടുക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് നമ്മൾ ഒരു പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഡിപ്ലീറ്റഡ് ആയിട്ട് പോകും. എനിക്ക് കൂടുതൽ പറയാനുള്ളത്, കുറേ വിമൻ ഉണ്ട് ഈ ലോകത്തല്ലേ. നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മൾ അതിനകത്തൊരു വാല്യൂ നമ്മൾ തിരിച്ച് മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സൈക്കിൾ അവിടെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചും കിട്ടണം. തിരിച്ച് കിട്ടിയാലേ നമുക്ക് ഇനിയും കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിനും നിങ്ങൾ ചാർജ് ചെയ്യണം എന്ന് പറയുന്നത്. ചെറിയൊരു എമൗണ്ട് ആയാലും കുഴപ്പമില്ല, അതിന് ചാർജ് ചെയ്യണം. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഒരു പ്രോബ്ലം പറയും, അല്ലെങ്കിൽ മാം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ കൈപിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പം എന്നെ തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന ഒരു ഫീലിംഗ് ആണ്. അതായത് ഞാൻ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ടേക്ക് പോയി. പക്ഷെ എന്റെ കൂടെ വേറെ ഒരാളെയും കൂടി ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുമ്പോൾ അത് ഇമ്മെൻസ് ആണ്. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു കൂടെ വന്ന ആൾക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ് അലോങ് വിത്ത് മീ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു ഒരു ഹീൽഡ് കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ദി വേൾഡ് വിൽ ബി. ആൾക്കാർ മൊത്തം ഹീൽ ആവാത്തത് കൊണ്ടാണ് അവിടെ ഈഗോ, ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഗിൽട്ട്, ഷെയിം, ബ്ലെയിം ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ആൾക്കാർ ഹീൽ ആവുന്നില്ല. ആൾക്കാർ ഹീൽ ആയി കഴിഞ്ഞാൽ ആസ് എൻ ഓൺടർപ്രണർ, ആസ് എ വുമൺ, ഞാനൊരു ബെറ്റർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആം ഐ നോട്ട് ഡൂയിങ് എ ഗുഡ് ജോബ് ടു ദി യൂണിവേഴ്സ്? ആം ഐ നോട്ട് ഡൂയിങ് എ ഗുഡ് ജോബ് ടു ദി ഹ്യൂമൻ കമ്മ്യൂണിറ്റി? അങ്ങനെ ആവുമ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അതിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഐ ആം ബിൽഡിംഗ് എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് പറയാം. വെരി നൈസ്. രോഹിണി, ഞാൻ ഒരു കാര്യം കൂടെ, രോഹിണി ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു ദാറ്റ് ഒരു മിഡിൽ ഏജിൽ വരുന്ന വിമൻ ആണ് കൂടുതലും രോഹിണിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതും, രോഹിണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈഫ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പം യൂഷ്വലി ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് ഒരാളെ ഒന്നും എടുക്കാതെ എന്ത് പ്രോബ്ലംസ് ഈസ് ഇറ്റ് ലൈക്ക് റിലേറ്റഡ് ടു ദെയർ പെരിമെനോപോസ്, ആ ഒരു ടൈമിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, ഹോർമോണൽ ചേഞ്ചസും കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ വരുന്നത്, അതോ ലൈഫിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളാണോ, അതോ ആ ഒരു ഏജ് എത്തുമ്പോൾ ഇപ്പൊ ഞങ്ങളൊക്കെ ആ ഒരു ഏജിലാണ്. സോ ഞങ്ങൾക്ക് അയ്യോ ഇനി ഇപ്പൊ പിള്ളേരും ഏകദേശം ഇൻഡിപെൻഡന്റ് ആയി, അപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, അപ്പം നമ്മളൊന്ന് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഒബ്വിയസ്ലി കുറെ പുഷൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. എന്നാലും അങ്ങനെയാണ്, ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ ഉള്ള ഏറ്റവും വലിയ കാര്യം. അപ്പം പക്ഷെ ഞങ്ങളിത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ലോസ്റ്റ് ആയേനെ. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് ആവുമ്പോഴത്തേക്കിനുമാണ് നമ്മൾക്ക് ഈ വേണ്ടാത്ത കുറെ തോട്ട്സ് വരുന്നതും. ബിക്കോസ് വി ഹാവ് ഇനഫ് ഫ്രീ ടൈം, നമ്മൾ കുറെ നെഗറ്റീവ് ചിന്തിക്കും. അയ്യോ അപ്പോഴായിരിക്കും എൻ്റെ കൂടെ പഠിച്ച ഒരാള് അവിടെ എന്തെങ്കിലും വലിയ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയുന്നത്. അപ്പോഴത്തേക്കിനും അയ്യോ ഞാൻ എൻ്റെ ഹോൾ ലൈഫ് ഞാൻ വേസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ തോട്ട്സ് വരും. അപ്പം അങ്ങനെയാണോ ഈ രോഹിണി അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം? ബിക്കോസ് ഞാൻ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തത് കൊണ്ടാണ് ഞാൻ അതൊക്കെയാണോ പ്രോബ്ലംസ് എന്ന് ചോദിച്ചത്. എന്റെ മുമ്പിൽ വരുന്ന ലേഡീസിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ മുമ്പിൽ ഒരുപാട് ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീകൾ വരുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ വരുന്നുണ്ട്. ഗ്രീഫിലൂടെ പോകുന്ന സ്ത്രീകൾ വരുന്നുണ്ട്. ഹാർട്ട് ബ്രേക്കിലൂടെ പോകുന്ന സ്ത്രീകൾ വരുന്നുണ്ട്. ഈ എല്ലാ ഇപ്പം എനിക്ക് വരുന്ന ഒരുപാട് സ്ത്രീകൾ യുകെയിലൊക്കെ താമസിക്കുന്ന നഴ്സുമാരാ. അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ബാഗേജസ് ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഹോൾ ഫാമിലിയുടെ എന്താ മണി മാറ്റേഴ്സ്, ഇമോഷണൽ മാറ്റേഴ്സ് എല്ലാം ക്യാരി ചെയ്യുന്നത് അവരൊറ്റയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഒന്നും അവർക്ക് അത്രയും സപ്പോർട്ട് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ആ ഫുൾ ബാഗേജസും ക്യാരി ചെയ്തിട്ട് ഒരു വൺ ഫൈൻ മൊമെന്റ് എത്തുമ്പോൾ ഇനി എന്താണ് എന്റെ ലൈഫ് വെച്ച് ചെയ്യേണ്ടത്, എനിക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇത്രയും ടെൻഷൻ, ഇത്രയും മണി ആയിട്ടുള്ള ഇഷ്യൂസ്, ഇത്രയും ഫിസിക്കൽ, ഇമോഷണൽ, ഇതെല്ലാം എന്നെ കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജിൽ തളർന്നിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വളരെ സക്സസ്ഫുൾ ആണ് ലൈഫിൽ, പൈസ ഉണ്ട്, നല്ല ജോലി എടുക്കുന്നുണ്ട്, നല്ലതായിട്ട് സമ്പാദിക്കുന്നുണ്ട്, നല്ല ഫാമിലി പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഫീലിംഗ് എംപ്റ്റി, എനിക്ക് ഉള്ളിൽ ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്ക് ലൈഫിൽ ഐ ആം ഫീലിംഗ് എംപ്റ്റി. ഇങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ ഫീലിംഗ് എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആക്ച്വലി സ്ത്രീകളെ ഒരു ഭയങ്കര സ്ട്രോങ് കഥാപാത്രം, അതായത്
നമ്മൾക്ക് എന്തും ചെയ്യാം. നമുക്ക് അതായത് അങ്ങനത്തെ ഓൺട്രപ്രനേഴ്സിനെയും അങ്ങനത്തെ സക്സസ്ഫുൾ വുമണിനെയൊക്കെ ആൾക്കാര് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്തും അവർക്ക് ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അതായത് എന്തും എനിക്ക് ഹാൻഡിൽ ചെയ്യാം. ഉള്ളിൽ അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും സൊസൈറ്റിയുടെ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറിൽ നിൽക്കാൻ വേണ്ടി അവരുടെ ആ ഒരു ബ്രിമ്മും ആ ഒരു ലൈനൊക്കെ ക്രോസ് ചെയ്തിട്ടും അവർ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും അവരുടെ എക്സ്പെക്ടേഷൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉള്ളിൽ അവർ പറയുന്നുണ്ടാവും, മതിയായി, എനിക്ക് നിവർത്തി, എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഞാൻ എക്സോസ്റ്റഡ് ആയി എന്ന് പറയുന്നുണ്ടാവും. എന്നാലും അവർക്ക് അവരുടെ ആ ഒരു സൊസൈറ്റിയുടെ പ്രഷർ കാരണം അവർക്ക് അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അതായത് സക്സസ്ഫുൾ ആയിട്ട് പോലും ലൈഫിൽ എംപ്റ്റി ആയിട്ടുള്ള ആൾക്കാര്. ഇവർക്കൊക്കെ ചെയ്യേണ്ടത് എല്ലാ ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടതും ലിസൺ ചെയ്യേണ്ടതും ഒക്കെ വേറെ വേറെ രീതിയിലാണ്. അവർക്ക് പല പല ടൂൾസും ടെക്നിക്സും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പല പല ഓരോരുത്തരെയും ഓരോ ഇതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാലും ബേസിക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. ഇതൊന്നും നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ എല്ലാ വർക്കും ഇപ്പൊ നമ്മുടെ തലയിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്ത്രീ കഷ്ടപ്പെടുകയാണെങ്കിൽ രാവിലെ രാവിലെ പാത്രം കഴുകുന്നു, ഉച്ചയ്ക്ക് പാത്രം കഴുകുന്നു, വൈകുന്നേരം പാത്രം കഴുകുന്നു, എല്ലാം ഈ പാത്രം കഴുകൽ ഒരു സ്ത്രീ തന്നെ ചെയ്യണം എന്നില്ല. കുട്ടികൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, ഹസ്ബൻഡിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മെയ്ഡിനെ വെക്കാം. എവിടെയാണോ എക്സോഷൻ ഉണ്ടാവുന്നത് അത് തിരിച്ചറിഞ്ഞ് ആ എക്സോഷന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യാം. നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. ഒരു റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആണുങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആണുങ്ങളുണ്ട്. ഡിപ്ലീറ്റഡ് ആയി സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഇങ്ങനെ എന്താ കഷ്ടപ്പെട്ടിട്ട് സക്സസ് ആയിട്ടുണ്ടാവും, പക്ഷെ ഉള്ളിൽ എംപ്റ്റി. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എന്താ പറയാ, കുടുംബത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടൊരു ലൈഫ് ഇല്ല, അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. എന്ത് ചോദിച്ചാലും അയ്യോ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇത് ചെയ്യണം, ഇന്ന് വീട്ടിൽ പോയി അത് ചെയ്യണം, നീ എന്താ നിനക്ക് വേണ്ടി ചെയ്യണത്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം എല്ലാവരും അവരവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കണ്ടെത്തുക. അവരവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് പോയി ചെയ്യുക. ആ സ്പേസ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മളുടെ എനർജി നല്ല പോസിറ്റീവ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എനർജീസും പോസിറ്റീവ് ആവും. നമ്മൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയി എപ്പോഴും കരഞ്ഞു വിളിച്ച് എപ്പോഴും കംപ്ലൈന്റ് ചെയ്തിട്ടിരുന്ന ഒരു ആളാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നോക്കിക്കോളൂ, അവരും എപ്പോഴും കംപ്ലൈന്റ് ചെയ്ത് കരഞ്ഞു വിളിച്ച് ഒരു ഭയങ്കര റെസ്റ്റ്ലെസ് ഫാമിലി ആയിരിക്കും. സോ കീപ് യുവർ സെൽഫ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് ഞാൻ പറയില്ല, കീപ് യുവർ സെൽഫ് ഇൻ എ ഹയർ ഫ്രീക്വൻസി ആൻഡ് ഹയർ വൈബ്രേഷൻ റാദർ ദാൻ ബീങ് ഓൾവേസ് ഇൻ എ നെഗറ്റീവ് വൈബ്രേഷൻ ഓർ എ ഫ്രീക്വൻസി. ഇത് പറഞ്ഞപ്പോഴാണ് രോഹിണി, ഞങ്ങൾ എക്കോസ് ഓഫ് ഹെറിലും സംസാരിച്ചിട്ടുണ്ട്. രോഹിണീന്റെ യൂട്യൂബ് ചാനലും ഞാൻ കണ്ട് ഓർമ്മയുണ്ട്. നമ്മൾ സൈലന്റ് ഡിപ്രഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ മെയിൻലി പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ ആൾക്കാർ കരയൂല്ല, വിളിക്കൂല, ഒന്നുമില്ല. പക്ഷെ ഏതോ ഒരു കോർണറിൽ ദേ ആർ ഡിപ്രസ്ഡ്. പക്ഷെ ദേ ഷോ ആസ് ദോ അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല, ഈ പറഞ്ഞ പോലെ ചിരിക്കുകയാണ് ഒക്കെ. അപ്പൊ ഇവിടെ ഈ ഫ്രീക്വൻസി പറഞ്ഞില്ലേ, സി ആക്ച്വലി ഉള്ളിൽ ഡിപ്രസ്ഡ് ആയ ആള് പുറത്തേക്ക് വലിയ ഹാപ്പിനെസ് കാണിച്ചാലും നമുക്ക് ഈ ഫ്രീക്വൻസി മാച്ച് ചെയ്യാൻ പറ്റുമോ, അതോ ജെന്യൂൻലി ഹാപ്പിനെസ് വരുമ്പോ അത് അവിടെ ഒന്ന് ക്ലിയർ ആക്കി തരുമോ? അതായത് നമ്മളുടെ ഇത് പറഞ്ഞ ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ എന്നാണ്. ഇതൊരു സൈക്കോളജിക്കൽ ടേം എന്നല്ല, ഒരു ജനറലൈസ് ഒരു ടേം ആണ്. നമ്മൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് ആൾക്കാർ ലൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഒന്ന് ചെറുതായിട്ട് കരഞ്ഞ് വീട്ടിൽ റൂമിൽ ഒന്ന് അടച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ പറയും എനിക്ക് ഡിപ്രഷൻ ആണെന്ന്. ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. 5 എന്താ പറയുക, ഒരു 14 എക്സ്ട്രാ ഇതും 5 മെയിൻ സിംറ്റംസും ഉള്ള ഒരു പ്രോപ്പർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഇഷ്യൂസ് എല്ലാം, അതായത് ഈ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, അതും ഈ 2 ആഴ്ചത്തോളം ഈ കണ്ടീഷൻസ് പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, 2 വീക്സ് ഓർ മോർ ഈ കണ്ടീഷൻസ് പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കണം. അതായത് സാഡ്നെസ്, എംപ്റ്റിനെസ്, കോഗ്നിറ്റീവ് ബോഡിയിൽ ഉണ്ടാകുന്ന സൊമാറ്റിക് പ്രോബ്ലംസ്, കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, ഇതൊക്കെ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് ഇതിലൊക്കെ നമുക്ക് വേരിയേഷൻസ് 2 ആഴ്ചത്തോളം പ്രൊലോങ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൂടെ 14 വേറെ സിംറ്റംസും കൂടി ഉണ്ട്. അതിനകത്തും അറ്റ്ലീസ്റ്റ് 5 സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഡിപ്രഷൻ എന്ന് നമുക്ക് വിളിക്കാനേ പറ്റുള്ളൂ. ഒരാള് ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം ഈ ഡിപ്രഷനിൽ പോകുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. എന്നാലും വെറുതെ ഒരു 2 ദിവസം കരഞ്ഞിരിക്കുമ്പോഴേക്കും വിളിച്ചു പറയും ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്. അപ്പൊ ശരിക്കുള്ള ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരെ ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല. ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളെ ലൈഫ് കോച്ചിന് എടുക്കാൻ പോലും പറ്റില്ല. അതൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഹൈ ഫങ്ഷനിങ്
ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളില് ഭയങ്കര എംപ്റ്റി ആണ്, പുറത്ത് നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഔട്ടർ വേൾഡുമായിട്ട് ഒന്ന് ഡിറ്റാച്ച് ആവുക. ഒന്ന് ഓക്കെ. ഡിറ്റാച്ച്, ഒരു ട്രിപ്പിന് പോവാ, അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോവാ, അല്ലെങ്കിൽ ഒരു മൂവി സ്വന്തമായിട്ട് കാണാൻ പോവാ. കുറച്ച് സമയം സെൽഫായിട്ട് ചെലവാക്കുക. എനിക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്? ഒരു പോട്ടറി ക്ലാസ്സിന് പോവാ, പെയിന്റിങ്ങിന് പോവാ, ഉള്ളിൽ എന്താണ് ഹോബി എന്നുള്ളത് തിരിച്ചറിയുക. ആ ഹോബിയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് അവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുക. അതായത് 24 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ആ 24 മണിക്കൂർ ഫാമിലിക്ക് വേണ്ടി ഓടുകയാണ്. എന്നാലും 23 മണിക്കൂറാക്കിയിട്ട് 1 മണിക്കൂർ എനിക്ക് വേണ്ടി ചെലവാക്കുമ്പം നമ്മൾ ഡിപ്ലീറ്റഡ് ആവില്ല. നമ്മൾ ഒരിക്കലും നമ്മളുടെ എനർജി തീർക്കില്ല അങ്ങോട്ട്. ആ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റേജ് 1 നമുക്ക് വീണ്ടും തെറാപ്പിക്ക് പോകേണ്ടി വരും. ഇഷ്യൂസിൽ കൂടെ പോകേണ്ടി വരും. മെന്റൽ ഇഷ്യൂസ് ആവും, ഡിപ്രഷൻ ആവും. നമ്മൾ ക്രോണിക് ഡിപ്രഷനിലേക്ക് പോകും, സിവിയർ ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ ആ ഡിപ്രഷനിലേക്ക് പോയാൽ നമുക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അതിലൊക്കെ എത്തുന്നതിന്റെ മുമ്പേ നമ്മൾ സ്വയം കുറച്ച് മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരാളെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് രോഹിണിക്ക് അങ്ങനെ നന്നായി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു എനിക്ക് കേസ് ഒരാളെ അല്ല, എനിക്ക് ഒരുപാട് പേരെ ട്രാൻസ്ഫോം ചെയ്യാൻ വാവ്, പറ്റിയിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അത് ദാറ്റ്സ് എനിക്ക് റിയലി റിയലി എന്താ ഗുഡ്. പറയാ, അതെ. അവർക്ക് ഭയങ്കര വന്നൊരു പ്രൗഡ്. ബ്ലെസ്സിങ് ആണ് അല്ലേ? അതെ. അല്ല രോഹിണി, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാനാന്ന് വിചാരിച്ചോ, ഞാൻ ഇപ്പം ഇതുപോലെ എംപ്റ്റിനെസ്സും എനിക്കാണെങ്കിൽ ഒന്നും ഒന്നും ഒരു ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ആൻഡ് ഞാൻ രോഹിണിയുടെ അടുത്ത് വന്നു. ഞാൻ കുറേ രോഹിണി പറയുന്ന കുറേ സാധനങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നു. ആൻഡ് ഞാൻ ഒന്ന് അതിന്ന് എൻ്റെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ റിക്കവർ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെയും തിരിച്ച് ഇതേ സ്റ്റേജിലോട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണോ കുറവാണോ? അതോ സെയിം ലൈക്ക് എനി അതർ ഉറപ്പായിട്ട് നിങ്ങൾ പേഴ്സൺ ആണോ? ചിലപ്പം തിരിച്ചു വന്നു എന്ന് വരാം. തിരിച്ചു വന്നു കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഹീലിംഗ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് അപ്സ്. അത് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഈ ഹീലിംഗ് എന്ന് ആൾക്കാർ പലരും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ഹീൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഹീലായി പുറത്തേക്ക് വന്നു, എല്ലാം ശരിയായി. അല്ല, ചിലപ്പോൾ നമുക്ക് പ്രലോങ്ഡ് ആയിട്ട് സെഷൻസ് എടുക്കേണ്ടി വരുമായിരിക്കാം നമ്മളുടെ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഒരു എന്താ പറയുക, ഒരു ജേർണിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അതിനെ വളരെയധികം മനസ്സിലാക്കുക. ഹീലിംഗ് എന്ന് പറയുന്നത് അതിയായ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളുടെ മറക്കാൻ ആഗ്രഹിച്ച എല്ലാ മെമ്മറീസിനും നമ്മൾ റീവിസിറ്റ് ചെയ്യും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് അനുഭവിച്ച എല്ലാ വേദനകളിലൂടെയും നമ്മൾ പോയിട്ട് ആ വേദനകളൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ, അതായത് അതിനെയൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഓക്കെ ആ ഇന്നർ ചൈൽഡിനെ മീറ്റ് ചെയ്തിട്ട് ഓക്കെ നീ അവിടെ ഉണ്ട്, യു ആർ സേഫ്, ഇനി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അതിന്റെ കടിഞ്ഞാൻ നമ്മൾ എടുക്കുകയാണ് ശരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചില ആൾക്കാർക്ക് സെക്ഷുവൽ അബ്യൂസിലൂടെ ഒക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഇഷ്യൂസിനെയൊക്കെ റീവിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഇരുന്ന് കംപ്ലീറ്റ് കരച്ചിലാണ്, ഇമോഷണൽ ബ്രേക്ക് ഡൗണിലാണ്. കാരണം എന്ന് വെച്ചാൽ അവർ അതിനെ റീവിസിറ്റ് ചെയ്തു. പക്ഷെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ കൂടെ നമ്മൾ പോയാൽ മാത്രമേ നമുക്കൊരു ഹീലിംഗ് സംഭവിക്കുള്ളൂ. അല്ലാണ്ട് നമ്മള് ഓക്കെ വേദനകളെ ഒന്നും തൊടാണ്ട് ഈ ഹീലിംഗ് നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ആ സ്റ്റോമിലൂടെ നമ്മൾ പോകണം. ആ സ്റ്റോമിലൂടെ പോയിട്ട് അതിനകത്ത് പുറത്ത് വരുമ്പോൾ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി പോയിട്ട് തിരിച്ചു വരാ പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമുക്കൊരു ചെറിയ സാധനം ട്രിഗർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രിഗേർഡ് ആവും. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സിലൂടെ ഇവൻച്വലി പോകുമ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ഇതിനെയൊക്കെ ഫൊർഗിവ് ചെയ്യാൻ പഠിക്കും. ഫൊർഗിവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൊർഗിവ്നെസ് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ അല്ല നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത്, നമ്മൾ നമ്മളെയാണ് ആക്ച്വലി ഫൊർഗീവ് ചെയ്യുന്നത്. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ഒരാളെ, അതായത് ഒരാൾ ഇപ്പൊ സെക്ഷലി അബ്യൂസ് ചെയ്തു നമ്മളെ എന്ന് വിചാരിക്കുക, നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഫൊർഗീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെക്ഷലി അബ്യൂസ് ചെയ്ത ആളെ അല്ല ഫൊർഗീവ് ചെയ്യുന്നത്. നമ്മൾ ഇനി എനിക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ പോകണ്ട, ഞാൻ ആ ഫൊർഗീവ്നെസ് എനിക്ക് വേണ്ടിയിട്ടാണ്, അത് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചീത്ത ചിന്തയെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കുന്നത്. നമ്മൾ അയാൾക്കോ അയാൾ ചെയ്ത പ്രവർത്തിക്കോ അല്ല ഫൊർഗീവ്നെസ് കൊടുക്കുന്നത്. നമ്മളെ തന്നെ അതിലേക്ക് കൂടെ പോകേണ്ട ഒരു അവസ്ഥ വന്നതിൽ നമ്മൾ ആ അനുഭവിച്ച വേദനയ്ക്ക് നമ്മൾ നമ്മളോട് തന്നെ പറയാണ് ഓക്കെ ഐ എം ഫൊർഗിവിങ് മൈസെൽഫ് ഫോർ ഗോയിങ് ത്രൂ ഓൾ ദോസ് തിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ റിലീസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഫൊർഗിവ്നെസ് വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ നമുക്ക് വേണ്ടി. അങ്ങനെ ഫൊർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും കുറേ ടൂൾസ് ആൻഡ് ടെക്നിക്സും, പിന്നെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കാര്യം ലിസൺ ചെയ്യുക. പകുതി മുക്കാൽ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരാളെ കേൾക്കാൻ ആൾക്കാരില്ലാത്തതാണ് ബേസിക്കലി പ്രശ്നം. വന്നിരിക്കുന്ന ആൾക്ക് ഇതെല്ലാം ഡംപ് ചെയ്യാൻ ഒരു സ്ഥലമില്ല.
വീട്ടിൽ പറയാൻ പറ്റില്ല, ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല, വൈഫിനോട് പറയാൻ പറ്റില്ല, കുട്ടികളോട് പറയാൻ പറ്റില്ല. അപ്പം ഒട്ടും അറിയാത്ത ഒരാളുടെ അടുത്ത് ഇത് വന്ന് പറയുമ്പോണ്ടല്ലോ അവർക്ക് ഒരു മറയില്ല. അവരിതിങ്ങനെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇമോഷണൽ റിലീസാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇമോഷണൽ റിലീസ് ചെയ്ത് ഒരു ഫൈൻ പോയിന്റ് എത്തുമ്പോൾ നമുക്കിതൊന്നും മാറ്റർ ചെയ്യാത്തൊരു ലെവലിൽ അന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവും. കംപ്ലീറ്റ്ലി ഹീൽഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ എത്തണമെങ്കിലും കുറച്ച് സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിച്ച 10, 18 വർഷം, 20 വർഷം, 30 വർഷമായിട്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു 3-4 സെഷനിൽ നമ്മളെ കൊണ്ട് മറക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല. അതൊരു വളരെ ടീഡിയസ് ആയിട്ടുള്ള ജോബാണ്. അത് മനസ്സിലാക്കി കൊടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ജോലി. ആദ്യത്തെ സെഷനിൽ വന്നിരിക്കുമ്പം ഞാൻ കേൾക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കും. രണ്ടാമത്തെ സെഷൻ തൊട്ട് ഞാൻ അവരോട് പറയും, ഇതിനെല്ലാത്തിന്റെയും സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെടും. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്തിക്കോളും. മെല്ലെ 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 ആ ജേർണി അവർ ട്രാവൽ ചെയ്യും. ഉം. ഞാനൊരു പറയട്ടെ, നമ്മളിപ്പം ജനറലി ഹെൽത്തിന് മെഡിസിൻ എപ്പോഴും പറയും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്ന്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊക്കെ ആക്ച്വലി ഈ ഒരു ഏജിൽ എത്തിയേ കുറെ കാലങ്ങളെ നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. എപ്പം പറയണം, എപ്പം ഒഴിയണം, എപ്പം ബൗണ്ടറി സെറ്റ് ചെയ്യണം ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ വരുന്ന ജനറേഷൻ അങ്ങനെയല്ല. അവരും ഈവൻ നമ്മൾ ആസ് പാരന്റ്സ് നമ്മളും കുറച്ചും കൂടി അവെയർ ആണ്. അപ്പോൾ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ, അതായത് ഒരു ഹോർമോണൽ ചേഞ്ച് വരുന്ന ഒരു ഏജ് തൊട്ടോ ഓർ മേ ബി ആയാലും ചെറുപ്പം തൊട്ടോ എപ്പം തൊട്ട് ആക്ച്വലി നമുക്കിപ്പോ ചെറിയ യങ്സ്റ്റേഴ്സിന് ഒരു നല്ല പ്രാക്ടീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഇമോഷൻ ഇപ്പൊ ഒരു കോച്ചിന്റെ അടുത്തും എക്സ്പേർട്ടിന്റെ അടുത്തും ഒന്നും പോവാതെ അവനവൻ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ അങ്ങനെ വല്ലതും ഉണ്ടോ രോഹിണി, നമുക്ക് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നേ? ഓഫ് കോഴ്സ് 4 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കോഗ്നിറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ആവും എന്നാണ് പറയുന്നത്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് ഈ ബ്രെയിൻ ആണ് ലോജിക്കൽ ഡിസിഷൻസ് എടുക്കുന്നത്. അവിടെ എന്ത് ലോജിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. 4 വയസ്സ് കഴിയുമ്പോഴേക്കും അത് ഡെവലപ്പ് ആവും എന്നാണ് പറയുന്നത്. 4 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഈ ആർമി കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവര് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു മാം, താങ്ക് യു സർ, ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ. എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ആ ചെറുപ്പം മുതലേ അത് പറഞ്ഞു തുടങ്ങുന്നത്? കാരണം അച്ഛനമ്മമാര് അങ്ങനെയാണ് ആ ഹയർ അതോറിറ്റീസിനെ ഇതാവുന്നത്. അങ്ങനത്തെ നല്ല 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 കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. താങ്ക് യു പറയാം എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. എല്ലാ ആൾക്കാരും എന്ത് ചെയ്തു തന്നു കഴിഞ്ഞാലും അതിനൊരു താങ്ക് യു പറയാം, അതിനൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ്, യോഗ, ഇതിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ ബോഡി, മൈൻഡ് ആൻഡ് സോളിനെ പ്യുവറാക്കി വെക്കാനുള്ള ഓരോ പ്രോസസ്സാണ്. അപ്പം ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ കുട്ടികളെ ഇങ്ങനത്തെ വേസിലേക്ക് കൊണ്ടുപോകുന്നു. അവര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ മാത്രമേ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നമ്മൾ വരുള്ളൂ. ഒന്നും അനുഭവിക്കാത്ത ഒരാൾക്ക് ഒരു ജീവിത എക്സ്പീരിയൻസസും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണ് അനുഭവത്തിൽ നിന്ന് നമ്മൾ ഒരു ബെറ്റർ ഹ്യൂമണായി മാറുന്നത്. അപ്പൊ എല്ലാം നമുക്ക് സേഫ് ഗാർഡ് ചെയ്തൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. അവര് പൊക്കോട്ടെ, അതിൽ കൂടെയൊക്കെ പൊക്കോട്ടെ. എന്നാലും നമ്മൾക്ക് ഈ പ്രാക്ടീസസ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു ആഘാതം നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം ഒരാള് കുറച്ച് ഹീലായി എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പം രോഹിണി ഇങ്ങനെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ലൈക്ക് ആഫ്റ്റർ എ ഇയർ ഫീഡ്ബാക്ക് അല്ല, ലൈക്ക് ഹൗ ദേ ആർ, വാട്ട് കണ്ടീഷൻ ദേ ആർ. ഇപ്പം പറഞ്ഞ പോലെ ഒരു സെക്ഷൽ അബ്യൂസ്. ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നൊരു സെക്ഷൽ അബ്യൂസ്, അത് പുള്ളിക്കാരി ആരോടും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് മാത്രം അറിയാം, അച്ഛനമ്മയ്ക്ക് അറിയില്ല, മക്കൾക്ക് അറിയില്ല. അപ്പം ഇപ്പോഴും എപ്പം പത്രം എടുത്ത് ഒരു അബ്യൂസ് സ്റ്റോറി കണ്ടാലും ആ പുള്ളിക്കാരിക്ക് അതൊരു വല്ലാത്ത ട്രോമയാണ്. എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ബാത്റൂമിൽ കയറി കരച്ചിലാണ്. ബിക്കോസ് ആ ട്രോമയിൽ നിന്ന് ആ ആള് ഇപ്പം ഏകദേശം എൻ്റെ ഒക്കെ ഏജ് ഉണ്ടാവും, വെളിയിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഒരു കുട്ടിയെ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോയി, മറക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു കുറച്ച് ഹീൽഡ് ആക്കി. പക്ഷെ ഇനിയും ചാൻസസ് ഇല്ലേ തിരിച്ചു വരാൻ? അപ്പം ലൈക്ക് ഐ യു ഓക്കെ എന്നുള്ളൊരു ഇത് വെക്കാറുണ്ടോ രോഹിണി? അതോ അവര് അതല്ല തിരിച്ചു വരുമോ? അല്ല ഞാൻ അതിനൊരു ബ്യൂട്ടിഫുൾ വേറൊരു ആംഗിൾ പറഞ്ഞുതരാം. ഓക്കെ, ഉം. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്തിന്? ഞാൻ ഓൾറെഡി ഈ ട്രോമയിൽ കൂടെ പോയി.
എനിക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വരാൻ എന്നുള്ളൊരു ചിന്ത ഞാൻ അവിടെ പ്ലാൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ വേറൊരു ആള് ആ ഒരു അതായത് വേറൊരു കുട്ടി അതിൽ കൂടെ പോയിട്ടുണ്ട്, ഈ ഇരിക്കുന്ന ആൾക്ക് ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാപ്പിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് കൺസോൾ ചെയ്യാനോ പറ്റിയാൽ ആ കുട്ടിക്ക് ലൈഫിൽ ഒരു പേർപ്പസ് കിട്ടി. അങ്ങനത്തെ ഒരു കുട്ടിയെ ചെയ്യുമ്പോൾ അവരൊരു 100,000 കുട്ടികളെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ ഒരു മീനിങ് കിട്ടി. ആ മീനിങ്ങിലൂടെ അവർക്ക് പിന്നെ ഈ ട്രോമയായിട്ടല്ല, പിന്നെ അവരുടെ മൈൻഡിൽ എന്തായിരിക്കും അറിയോ, ഈ ട്രോമ കൊണ്ട് ഞാൻ എന്തൊക്കെ ലോകത്തിന് ചെയ്തു, ഈ ട്രോമ ഒരു ബ്ലെസ്സിങ് ആവും അവർക്ക്. ആ ട്രോമ കൊണ്ട് ഞാൻ ഇനി ലോകത്തിന് എത്രായിരം പേരുടെ ലൈഫ് ഞാൻ രക്ഷിച്ചു എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഞാൻ അവിടെ പ്ലാൻ ചെയ്ത് കൊടുക്കും. എല്ലാ ആൾക്കാരും എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എല്ലാ സെഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് ഒരു പർപ്പസ് ആൻഡ് മീനിങ് വെച്ചിട്ടാണ്. ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ലാസ്റ്റ് സെഷൻ ആവുമ്പോഴേക്കും ഞാൻ അവരുടെ ലൈഫിൽ ഒരു പർപ്പസ് ഇട്ട് കൊടുക്കും. ആ പർപ്പസിന്റെ മുകളിൽ ബാക്കി പ്ലാൻ ചെയ്ത് വളരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കുട്ടിയുടെ അടുത്ത് പറയുക, നീ അനുഭവിച്ചത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർക്കും നമുക്കത് ആ ഒരു പെയിന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. അതിൽ കൂടെ പോയി, ഓക്കെ, നീ അതിലെത്തി. ഇനി നിനക്ക് ആ ഒരു പെയിന് നീ അനുഭവിച്ചു. ആ പെയിന് നിനക്ക് ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചു തന്നു. ഈ ലെസൺസ് നിനക്ക് വേറെ ആർക്കെങ്കിലും ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിനക്ക് വേറെ ആരെങ്കിലും കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് അവിടെ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുക. ആ തോട്ടില് ഇൻ കേസ് അവർക്ക് അത് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഹൗ മെനി പീപ്പിൾ വിൽ ബി സേവ്ഡ്. അതായത് ഇതിലൂടെ പോകുന്ന, ഡിപ്രഷനിലൂടെ പോകുന്ന, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ജീവിതം പോലും മുന്നോട്ടേക്ക് അപ്പൊ കാണിച്ചു കൊടുക്കുക, ഇതാ ഞാൻ കല്യാണം കഴിഞ്ഞു, ഞാനൊരു ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണ്ടേ, എനിക്കൊരു ജീവിതം ജീവിക്കാമെങ്കിൽ നിങ്ങൾക്കും ഒരു ജീവിതം ജീവിക്കാം എന്നുള്ള എക്സാമ്പിൾ കൊടുത്ത് വേറൊരാളെയും കൂടി നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനൊരു പർപ്പസ് ആയില്ലേ, മീനിങ് ആയില്ലേ? അത്രയല്ലേ ചെയ്യേണ്ടുള്ളൂ. ഇത് നല്ല ബ്യൂട്ടിഫുള്ളി അതെ. ചേഞ്ച് ചെയ്ത ഒരു ആംഗിൾ നമുക്ക് കാണിച്ചു തന്നു രോഹിണി. അത് ഭയങ്കര രസം. ഇതിപ്പോ നമുക്ക് ചോദിച്ചാൽ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ രോഹിണി, വൺ ആഫ്റ്റർ ദി അതർ ഞങ്ങൾക്ക് ചോദിക്കാൻ. കാരണം നമ്മളോട് കുറേ ആൾക്കാർ നമ്മൾ ഓരോ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചില ഇഷ്യൂസ് അവർ പറയും. അപ്പം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ചക്ര ഹീലിംഗിനെ പറ്റി പറഞ്ഞു, എനർജി റീസെറ്റ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയും കൂടി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തരുമോ? ഈ ചക്ര ഹീലിംഗും ഈ റേക്കി ഹീലിംഗും തന്നെ ഇൻവോൾവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ എന്താ പറയാ ഹീലിംഗ് ജേർണി, അതായത് ഞാൻ എൻ്റെ കോച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഞാൻ എനർജി റീസെറ്റ് എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജി ബ്ലോക്കിനെ നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളത്. റേക്കി ഞാൻ ലെവൽ 1 ആൻഡ് ലെവൽ 2 അറ്റ്യൂൺ ചെയ്തിട്ടുണ്ട്. റേക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ എനർജി ഉണ്ട്, നമ്മൾ വെറും ഒരു പാത്രം മാത്രം. ആ എനർജി നമ്മൾ അറ്റ്യൂൺ ചെയ്തത് എടുത്തിട്ട് ആ എനർജി നമ്മളിലൂടെ ദൂരെയുള്ള ഒരാൾക്ക് ആ എനർജി പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നു. അത്രയും എനർജി നമുക്ക് യൂണിവേഴ്സിൽ ഉണ്ട്. ആ എനർജിയെ നമ്മൾ അറ്റ്യൂൺ ചെയ്തിട്ട് നമ്മുടെ കൈകളിലൂടെ വേറൊരാൾക്ക് ആ എനർജിയെ ഹീൽ ചെയ്യാൻ പാസ് ചെയ്യുന്നു എന്നതാണ് റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോസസ്സും ഇൻവോൾവ് ചെയ്തിട്ടാണ് എൻ്റെ ടോട്ടൽ കോച്ചിങ് നടക്കുന്നത്. അപ്പം വെൻ യു കം ഫോർ കോച്ചിങ് വിത്ത് മീ, യു വിൽ ബി ഗോയിങ് ത്രൂ എ ചക്ര ഹീലിംഗ്. നിങ്ങൾ അറിയില്ലേ നിങ്ങൾ ചക്ര ഹീലിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പോലും അറിയാണ്ട് ഞാൻ അതിനകത്ത് ഓരോ കാര്യങ്ങളിലെ ഞാൻ അതിന്റെ ബ്ലോക്സ് ഒഴിവാക്കുക. ചിലപ്പോൾ ഞാൻ ചക്ര ഹീലിംഗ് പ്രോപ്പർ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഒരാൾക്ക് വന്നിട്ട് കംപ്ലീറ്റ് ചക്രാസിനെ ഹീൽ ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിലുണ്ട് കേട്ടോ. പോവാന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് 100% അല്ല, എന്നാലും അത് നമ്മളുടെ പ്രോസസ്സിനനുസരിച്ച്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ എനർജി റീസെറ്റ് എക്സെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലെ എനർജിയാണ് എല്ലാത്തിനുള്ള പ്രോബ്ലം. ആ എനർജിയെ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനെ ആ ഒരു എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹീലിംഗും കൂടി ചെയ്യുന്നതിനെയാണ് ഈ എനർജി റീസെറ്റ് എക്സ്പെർട്ട് എന്ന് ഞാൻ പേരിട്ടത്. ഓക്കെ. ഇവിടെ എനിക്കൊരു പേഴ്സണലി ആവശ്യമുള്ള ഒരു ഇതാട്ടോ. ഭയങ്കര ഓവർ തിങ്കിങ്ങാ ഞാൻ. ഇപ്പം ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. വെരി കാഷ്വൽ ഇന്റർവ്യൂ ആണ്. ഇതിനു വേണ്ടി തല പുകയ്ക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. 10 പ്രാവശ്യമെങ്കിലും എണീറ്റിട്ടുണ്ടോ. എണീക്കുമ്പോഴത്തേക്കിനും രോഹിണി രോഹിണി ചക്ര ഹീലിംഗ് ഇതൊക്കെയാണ് എന്റെ തലയിലോട്ട് വരുന്നത്. പിന്നെ ഞാനൊന്ന് ഉറക്കത്തിലോട്ട് ഇറങ്ങാൻ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. പിന്നെ ഒന്ന് ഉറക്കത്തിൽ എണീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാ ഉടനെ ഇതാ ഇന്റർവ്യൂ രോഹിണി. എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റുമോ?
ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഐ ആണ് ബ്ലോക്ക്ഡ്. ആ അവിടെയാണ് ഇഷ്യൂ കുറച്ച്. ഓവർ തിങ്കിങ് ഇഷ്യൂസ് അവിടെയാണ് വരുന്നത്. തേർഡ് ഐ ബ്ലോക്കിന് നമ്മൾക്ക് മെഡിറ്റേഷൻ വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ ഹയർ സെൽഫുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ നോക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ ഇന്റർവ്യൂ ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസേഷൻ ചെയ്ത് ആ ഇന്റർവ്യൂവിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു തോട്ട് വരില്ല. നമ്മൾ അവിടെ നല്ല അടിപൊളിയായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് സമാധാനമായിട്ട് കടന്നുറങ്ങുക. ഓക്കെ, ആ വിഷ്വലൈസേഷനിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഒരു ടെൻഷൻ ഇല്ല, എന്നിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ആ ഉറങ്ങുന്നതിന്റെ മുമ്പേ 10 പ്രാവശ്യം സ്ക്രോൾ ചെയ്തിട്ട് എന്തൊക്കെയാ നടക്കണത് എന്നുള്ള ലോകവിവരമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം വീണ്ടും പോയി. അരമണിക്കൂർ മുമ്പേ എങ്കിലും ഫോൺ ബാക്കി സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് മെല്ലെ മെല്ലെ അതും പോയി. ആ ഓവർ തിങ്കിങ്ങും മെല്ലെ മെല്ലെ കുറയും. എല്ലാം സ്വിച്ചിട്ട പോലെ പോകുന്നല്ല പറയുന്നത്. മെഡിറ്റേഷൻ വളരെ നല്ലൊരു കാര്യമാണ്. അത് ചെയ്യാൻ നോക്കുക. ഇപ്പൊ ഈ ഹെവി ടോപ്പിക് നമ്മൾ കുറച്ച് ലൈറ്റ് ആയി വരുമ്പം രഞ്ജു ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രോഹിണിനോട് നമുക്ക് വെറുതെ കുറച്ചൊരു രസം, ഞങ്ങളുടെ ഫൺ ടോപ്പിക്കാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോ ഞങ്ങൾ എപ്പോഴും ഈ ഒരു പണി ചെയ്യും. ഇത് യൂഷ്വലി നമ്മൾ ചിലപ്പോ ഇല്ലേ ഗസ്റ്റിന് തന്നെ കൊടുക്കും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് വായിച്ചോളാൻ. രോഹിണിക്ക് എടുത്ത് വായിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. Sure, sure. ആദ്യത്തത് ഞാൻ വായിക്കാം കേട്ടോ, നോക്കട്ടെ. സിമ്പിൾ ഫൺ. വെൻ യു ഗെറ്റ് ആംഗ്രി, ഹൂ ഗിവ്സ് യു ലൈഫ് അഡ്വൈസ്? എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന നമ്മുടെ രോഹിണിക്ക് ദേഷ്യം വരുമ്പോ ആരാണ് രോഹിണിക്ക് അഡ്വൈസ് തരുന്നത്? എനിക്ക് ദേഷ്യം വരുമ്പോ എനിക്കാണെങ്കിൽ ദേഷ്യം വളരെ ഈസി ആയിട്ട് വരുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, ദേഷ്യത്തിന്റെ ഏറ്റവും മുമ്പിൽ ഇരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ദേഷ്യം വളരെ കുറവായിട്ടാണ് വരിക. പക്ഷെ ദേഷ്യം വരുമ്പോ എനിക്ക് അഡ്വൈസ് തരുന്നത് എന്റെ മോനാണ്. കാരണം അവൻ ഏതോ മെച്യൂരിറ്റി ലെവലിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ അത്രയും അവന്റെ ലൈഫിൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ വളരെ മെച്യൂർ ആണ് അവന്റെ വയസ്സിന്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് അവന്റെ അടുത്ത് പോകുമ്പോൾ അമ്മ സി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് തരുന്നത് അവൻ തന്നെയാണ്. അത് ആ ക്രെഡിറ്റ് അവന് തന്നെ ഞാൻ കൊടുക്കും. പക്ഷെ അങ്ങനെ ദേഷ്യം പെടാറില്ല ഇപ്പം. വരുന്ന സമയത്ത് അവനാണ് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. സോ വാവ്, ബ്യൂട്ടിഫുൾ. വെരി നൈസ്. അത് തന്നെ. ഇതേ സ്കൂളിൽ പഠിക്കുമ്പം LKG എന്റെ മൂത്ത മോള് LKG പഠിക്കുമ്പം അവിടുത്തെ പ്രിൻസിപ്പൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷീ ഈസ് മോർ മെച്യൂർ ദാൻ ബോത്ത് ഓഫ് യു എന്ന്. ഇതാണ് എനിക്കിപ്പോ ഇവിടെ ഓർമ്മ അല്ല, വരുന്നത്. ഇപ്പത്തെ കുട്ടികൾ ഭയങ്കര നല്ല ഭയങ്കര Actually, അതെ. വിവരമുള്ള കുട്ടികളാണ്. ഭയങ്കര അവരുടെ എല്ലാ കാര്യങ്ങളും അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ അവരെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. നമ്മള് ഒരു 10 വർഷം പിന്നിലാണ്, അവര് ഒരു 10 വർഷം മുന്നിലാണ്. അവര് ആ ഒരു കാര്യത്തിന് നമ്മള് സമ്മതിച്ചു കൊടുക്കണം. അവരുടെ ആ ബുദ്ധിക്ക് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവര്. ഒന്ന് അതെ, സൂക്ഷിക്കണം totally agree. അതെ. അതെ അതെ. അപ്പൊ ഇനി അടുത്ത എന്റെ ഉം. ക്വസ്റ്റ്യൻ ആണ്, ഉം. വാട്ട്സ് വൺ പീസ് ഓഫ് അഡ്വൈസ് ദാറ്റ് യു നോ ഇസ് റൈറ്റ് ബട്ട് യു സ്റ്റിൽ സ്ട്രഗിൾ ടു ഫോളോ യുവർ സെൽഫ്? ദേഷ്യം വരരുതെന്നാണോ? അതിപ്പോ ഫോളോ ചെയ്ത് തുടങ്ങി. ദേഷ്യം വരരുത് ഞാനിപ്പം ഏകദേശമൊക്കെ ഇതായിട്ടുണ്ട്. എനിക്ക് ഫിയർ ഇല്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക് എനിക്ക് ഫിയർ ഉണ്ട്. ആ ഫിയറിനെ ഞാൻ ഓവർകം ചെയ്യാൻ ഓരോ കാര്യങ്ങളിലൂടെ, ഇപ്പം എന്താ പറയാ, എന്തെങ്കിലും പൈസയുടെ ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്നൊരു ആന്തലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ കൂടെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ചിന്തയിലാണ്. ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ഒരു ലെവലൊക്കെ കുറച്ച് കുറഞ്ഞുണ്ട്. പക്ഷെ ഓക്കെ. ഇനി അടുത്തത്. Have you ever caught yourself overthinking and thought, wait, I am the life coach? ആക്ച്വലി ഇതിന് എനിക്ക് ഒരു ദിവസം എനിക്ക് ഞാൻ ആദ്യം കേട്ടോ, ഒരുപാട് മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഒരു പോസ്റ്റ് എന്തോ ഇട്ടപ്പം അതിന്റെ താഴെയല്ല, അതിന് എനിക്ക് പേഴ്സണൽ വന്നിട്ട് ഒരാള് ഭയങ്കര വൃത്തികേടായിട്ട് കുറേ മെസ്സേജസ് അയച്ചു. ഞാനിങ്ങനെ വിചാരിച്ചു, ഈശ്വര ഇതിപ്പോ എന്താ ഇപ്പൊ അവസ്ഥ, ഞാൻ ഇതൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചത്, പക്ഷെ ഇയാളെന്താ ഇങ്ങനെ പറയണേ എന്നുള്ളത് ഞാൻ ഒരുപാട് ഇരുന്ന് ഓവർ തിങ്ക് ചെയ്തു. ഓവർ തിങ്ക് ചെയ്തിട്ട് എന്റെ ഫസ്റ്റ് റിയാക്ഷൻ, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. പക്ഷെ നമ്മളെല്ലാരും ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ. റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു 2 മിനിറ്റ് നിന്ന് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഔട്ട്കം ഉണ്ടാവും എന്നാണ് പറയാറ്. അതായത് E+R=O എന്നൊക്കെ പറഞ്ഞ ശരിക്കൊരു എന്താ പറയാ ഒരു ഫോർമുല തന്നെ അതിനുണ്ട്. പക്ഷേ ഇതിന് പകരം ഞാൻ അതിന് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താ വന്നത്, നിങ്ങളൊരു ലൈഫ് കോച്ച് അല്ലേ, നിങ്ങളിങ്ങനെ പറയാ എന്നുള്ളൊരു ആൻസറാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. അപ്പോഴാണ് ശരിക്കും എനിക്ക് എന്റെ നമ്മുടെ തലയിലൊരു ടിംന്നുള്ള മണി അടിച്ചില്ലേ, അന്ന് എനിക്ക് മണി അടിച്ചതാണ്. എന്താ പറയാ, നീ ഒരു ലൈഫ് കോച്ച് ആണല്ലോ, നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ലൈഫ് ആ. കോച്ച് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തെറ്റ് കാണിക്കുമ്പോൾ മിണ്ടാണ്ടിരുന്ന എല്ലാം സഹിച്ചിരിക്കണം എന്നല്ല, അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന വിധം നമുക്ക് മാറ്റാം. അതുകൊണ്ട് ഇപ്പൊ ഓവർ തിങ്കിങ് വരാറുണ്ട്. വരുമ്പോ ഞാൻ എനിക്കതിനെ മറികടക്കാനുള്ള വഴികൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വഴികൾ ചെയ്യും. ലൈഫ് കോച്ച് ആണെന്ന് എനിക്ക് ഓവർ തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയാറില്ല. ആ, ശരി ശരി. അപ്പം അടുത്തതും ലാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമേ, ആസ് എ ലൈഫ് കോച്ച്, ഉം. ഡു യു എവർ കോച്ച് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ? Of course, every day mirror affirmations are required. Every day I tell myself that I am safe, I am loved. That is the only way we come out. ഞാനൊരു ഫുള്ളി ഹീൽഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ഒന്നും ആർക്കും ഹീൽ ആവാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഹീലിംഗ് പ്രോസസ്സ് കൂടെ പൊക്കോണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം മിറർ അഫർമേഷൻസ് ആർ വൺ ഓഫ് ദി ബെസ്റ്റ് അഫർമേഷൻസ്, വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്സ് യു ക്യാൻ ഡു. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മിററിന്റെ മുമ്പിൽ നിന്നിട്ട് 5-10 മിനിറ്റ് നമ്മുടെ മറ്റേ ട്രാൻസ് മൂവിയിൽ കാണുന്ന എന്താ പറയാ ഫഹദ് കാണിക്കില്ലേ, ഐ ഗോട്ട് ഇറ്റ്, ഐ എം ഫൈൻ, ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ടായി. ആരെങ്കിലും വന്ന് എന്റെ ഡോറ് തുറന്നു നോക്കി ഈ സ്ത്രീക്ക് വട്ടാണോ എന്ന് വരെ വിചാരിക്കും. അതുപോലത്തെ എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു 4 ഭിത്തിക്കകത്ത് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. പറയാണ്ടിരിക്കാൻ പറ്റില്ല രോഹിണി. വി വർ സോ ഹാപ്പി ടുഡേ. തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ മനസ്സിൽ രോഹിണിയോട് ചോദിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങളുടെ ആൻസർ നമുക്കും കിട്ടി. ഇത് കാണുന്ന കുറേ ആളുകൾക്ക് അവരുടെ മനസ്സിൽ കുറേ ക്വയറീസ് രോഹിണി ആക്ച്വലി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൻസർ ചെയ്തിട്ടുണ്ട്. രോഹിണീൻ്റെ ലൈഫ് ഇറ്റ് സെൽഫ് ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് കുറേ ആളുകൾക്ക്. പിന്നെ നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സ് ആക്ച്വലി എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഒരേ സ്ഥലത്താണ് റിവോൾവ് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിന് ശേഷം ഞാൻ എൻ്റെ ടേക്ക് അവേ ആ മോർണിംഗ് റുട്ടീൻ രോഹിണി പറഞ്ഞത് ഞാൻ എന്തായാലും ഫോളോ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഉറപ്പുമാണ് അതിൻ്റെ ഔട്ട്കമും വളരെ നല്ലതായിരിക്കും നമുക്കൊക്കെ വരാൻ പോണെന്ന്. വി വുഡ് ലൈക്ക് ടു താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ജോയിനിങ് അസ് ടുഡേ. താങ്ക് യു Thank സോ you. മച്ച് രോഹിണി. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും രാത്രിയിൽ. മെഡിറ്റേഷൻ ചെയ്യും. എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, if there is one thing I want everybody to carry from today is, നിങ്ങൾ ഒരിക്കലും ബ്രോക്കൺ അല്ല. ഓക്കെ, ആ ഒരു നിങ്ങൾ എവിടെയോ ലോസ്റ്റ് ആയി പോയ ആൾക്കാരാണ്. ലൈക്ക് എന്തോ നിങ്ങളുടെ ഉള്ളിൽ റെഡിയാണ്, ചേഞ്ച് ചെയ്യാൻ റെഡിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എല്ലാം ഇന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം എന്ന ഒരു നിർബന്ധവും ഇല്ല. ആ ഒരു ചെറിയ സ്റ്റെപ്പ്, ആ ഒരു എന്താ പറയാ ഓണസ്റ്റ് ആയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം ഇപ്പൊ എടുത്താൽ മതി. പിന്നെ അത് തനിയെ ഇറ്റ് വിൽ ഫോളോ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്റ്റോറി ഈസ് നെവർ ഓവർ. എന്റെ ലൈഫ് വെച്ചിട്ട് തന്നെ പറയാം, യുവർ സ്റ്റോറി ഈസ് നെവർ ഓവർ ആൻഡ് ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. അങ്ങനെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ആൻഡ് റെസ്റ്റ്, ഐ ഹോപ്പ് everybody have a very and good and wonderful life ahead. Thank you Thank so you so much. much. Let's all count our blessings. Thanks for watching Echoes of Her with Ren and Go.